ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കെയിൻസിൻ്റെ നെയിമിംഗ് ഞാനാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. അതെല്ലാവരും നോക്കി ക്ലിയറാക്കി മനസ്സിലാക്കിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. സോ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഫാമിലിയിൽ ആൽക്കീൻസ് എന്ന് പറയുന്ന കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വരുന്ന കോമ്പൗണ്ടുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെയിമിങ്ങും അതിൻ്റെ രണ്ട് രീതിയിലാണ് അതിനെ നമ്മൾ നെയിം ചെയ്യുന്നത്. ആ രണ്ട് രീതി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആൽക്കീൻസിലോട്ട് പോവാം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ആൽക്കീൻസ് ആണ്. ആൽക്കീൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ആൽക്കീൻസിൽ ബ്രാഞ്ച് ഒന്നും വരുന്നില്ല, നോർമൽ നേരെ ഇരിക്കുന്ന ആൽക്കീൻസിനെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബ്രാഞ്ചിനെ പറ്റി പറയാം. ആൽക്കീൻസിനെ നമ്മൾ നോർമലായിട്ട് നെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആൽക്കീൻസും ആൽക്കൈൻസും രണ്ടും കേട്ടോ, രണ്ടും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പറയാം, അതായിരിക്കും നല്ലത്. ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ഓക്കെ, ആൽക്കീൻസ് ഞാൻ ആദ്യം പറയാം. ആൽക്കീൻസിനെ നമ്മൾ നെയിം ചെയ്യുന്നത് വേർഡ് റൂട്ട് പ്ലസ് നമ്പർ പ്ലസ് സഫിക്സ്, ഇങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. അതായത് നമ്മൾ വേർഡ് റൂട്ട് എഴുതിയതിന് ശേഷം, അതായത് കാർബണിൻ്റെ എണ്ണം എഴുതിയതിന് ശേഷം നമുക്ക് സഫിക്സ് ആയിട്ട് ആൽക്കീൻ ആയതുകൊണ്ട് അവസാനത്തെ 3 പേരുടെ ഏതാ EN. അപ്പോൾ EN ആണ് നമ്മൾ സഫിക്സിന് പകരം കൊടുക്കുന്നത്, EN. പക്ഷേ അത് എത്രാമത്തെ കാർബണിലാണ്? കാരണം ഞാൻ പറഞ്ഞു ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ, ഈ ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കാർബണിലും ഡബിൾ ബോണ്ട് അല്ല, ഏതെങ്കിലും ഒരു കാർബണിലേക്കേ ഡബിൾ ബോണ്ട് വരത്തുള്ളൂ. അപ്പോൾ അത് എത്രാമത്തെ കാർബൺ ആണെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് പറയണം. അതാണ് ആൽക്കീൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് രണ്ട് നെയിമിങ് നോക്കാം. ആദ്യം നമുക്ക് എന്താ സ്ട്രക്ചറൽ ഫോമിനെ നോക്കാം. കണ്ടോ, പേരെഴുതാം. ഓക്കെ, ആദ്യം ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ, ബ്രാഞ്ച് നമുക്ക് കാണാനും പറ്റുന്നില്ല, ബ്രാഞ്ച് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നോർമലി വേർഡ് റൂട്ട് നമ്പർ സഫിക്സിന് പകരം ഈൻ കൊടുക്കാം. ആദ്യം നമുക്ക് കാർബണെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5. 5 വരുമ്പോൾ കാർബണിൻ്റെ എണ്ണം പെൻറ്റ്. കാർബണെ കൗണ്ട് ചെയ്യുന്നു. 1 2 3 4. 4 വരുമ്പോൾ കാർബണിൻ്റെ എണ്ണം ബ്യൂട്ട്. കാർബണിനെ കൗണ്ട് ചെയ്തു. ഇനി വേണ്ടത് നമ്പറാണ്. നമ്പർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത കണക്കിന് എത്രാമത്തെ കാർബണിലാണെന്ന് കണ്ടുപിടിക്കാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യും. 1 2 3 4 5. 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. ഏറ്റവും ചെറിയ നമ്പർ വേണം കിട്ടാനായിട്ട്, നേരത്തെ പറയുന്ന അതേ രീതിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ എത്രാമത്തെ എഴുതണം? 2 എഴുതണം. സോ പെൻറ്റ് 2. ഒരു നമ്പറും ഒരു വേർഡും തമ്മിൽ വേർതിരിക്കാൻ ഹൈഫൺ കൊടുക്കണം എന്ന് IUPACയുടെ റൂളാണ്. പിന്നെ അതിനുശേഷം സഫിക്സിന് പകരം ENE. ഓക്കെ, അടുത്തതിലോട്ട് പോകുന്നു. ബ്യൂട്ട് നമ്മൾ പറഞ്ഞു, ഇനി നമ്പറിങ് കൊടുക്കുക. 1 2 3 4. 1 2 3 4. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 1ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 3ഉം 1ഉം ഏതാ ചെറുത്? 1 ആണ്. സോ ബ്യൂട്ട് 1. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കണേ. ഓക്കെ, പറഞ്ഞോ അവിടെ. രണ്ട് ക്വസ്റ്റ്യൻ. പേരെഴുതാം. നമുക്ക് പേരെഴുതാം. നമ്മളൊന്നിനെ പറ്റി ആലോചിക്കണം. നമുക്ക് പേരെഴുതേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വേർഡ് റൂട്ട് എഴുതാം, നമ്പർ എഴുതാം, സഫിക്സ് എഴുതാം. ആദ്യം വേർഡ് റൂട്ട് തന്നെ എഴുതാം. എത്ര കാർബൺസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ. 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ്. രണ്ടിനും ഹെക്സ് ആണല്ലോ. ഇനി നമുക്ക് നമ്പർ കൊടുക്കണം അല്ലേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യാം. 1 2 3 4 5
6. അവിടെ നിന്ന് ഇങ്ങോട്ട് പറ 1 2 3 4 5 6. നമ്പർ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തേ 1 2 3 4 5 6. 1 2 3 4 5 6. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2 ഡബിൾ ബോണ്ട് ഇല്ലേ? നോക്കാം ഏതൊക്കെ നമ്പറാണ് കിട്ടുന്നതെന്ന്. ഇവിടെ നമുക്ക് 2 കഴിഞ്ഞിട്ടും 4 കഴിഞ്ഞിട്ടും, അപ്പോൾ 2ഉം 4ഉം ആണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് 2 കഴിഞ്ഞിട്ടും 4 കഴിഞ്ഞിട്ടും, 2 കഴിഞ്ഞിട്ടും 4 കഴിഞ്ഞു. രണ്ടും കൂട്ടുമ്പോൾ എത്ര തന്നെ കിട്ടും? 6 തന്നെ കിട്ടും. അതുകൊണ്ട് ഇഷ്ടമുള്ള എടുക്കുക. ഇവിടെ നമുക്ക് ആൽഫബറ്റ് ഓർഡറൊന്നുമില്ല. നമ്മൾ രണ്ട് നമ്പറിങ് സെയിം ആക്കുമ്പോൾ ആൽഫബറ്റ് ഓർഡറിലുള്ള ആൾക്ക് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിങ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആൽക്കെയിൻസിൻ്റെ കേസിൽ മീതയിലും ഈതയിലും രണ്ട് സൈഡിൽ നിന്ന് ഒരേ നമ്പറിങ് വന്നു കഴിഞ്ഞാൽ ഈതയിലിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളത് ഇവിടെ ഫോളോ ചെയ്യേണ്ട. കാരണം ഇവിടെയും ഡബിൾ ബോണ്ടാണ്, ഇവിടെയും ഡബിൾ ബോണ്ട്. അപ്പോൾ ഈനാണ്. അപ്പോൾ ഇഷ്ടമുള്ള എടുക്കുക. 2,4 അല്ലേ? 2,4. എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 2. 2ന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഡൈ എന്നാണ് അല്ലേ? 2 മീതയിൽ ഡൈ മീതയിൽ. സോ ഡൈ, ഇതാണ് പേര്. എന്താ പേര്? ഹെക്സ് 2,4. 2ലും 4ലും 2 ഡബിൾ ബോണ്ട്, അതായത് ഡൈ ഈൻ. വെറുതെ ഈനെന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അല്ല. ഈനെന്ന് പറഞ്ഞാൽ ഒരു ഈൻ ഉണ്ടെന്നുള്ള മീനിങ് ആണ്. പക്ഷെ നമുക്ക് 2 ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തും കൂടെ കൊടുത്തത്? ഡൈ എന്നും കൂടെ കൊടുത്തത്. 3 ആണെങ്കിൽ ട്രൈ എന്ന് കൊടുത്തേനെ. 4 ആണെങ്കിൽ ടെട്രോ. മറ്റേതിൻ്റെ പേരൊന്ന് എഴുതാം. ഓക്കെ, ഹെക്സ്. ഇവിടെ നോക്കിക്കേ, 2ലൊരു ഡബിൾ ബോണ്ട് അല്ലേ? 2 കഴിഞ്ഞിട്ട് പിന്നെ 5 കഴിഞ്ഞിട്ട്, 2ലും 5ലും, 2ഉം 5ഉം കൂടെ 7 ആയേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ, 1ലും 2 3 4ലും. സോ 1ലും 4ലും, 4 1 എത്ര? 5. 7 ആണോ 5 ആണോ ചെറുത്? 5. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്പറിങ്ങനെ എടുക്കാനായിട്ട്, അതായത് 1ഉം 4ഉം. സോ 1,4 ഡൈ. സിമ്പിൾ നെയിം. ഇതെന്തുവാ? സ്ട്രെയിറ്റ് ചെയിൻ്റെ നെയിമിംഗ് ആണ്. കണ്ടോ, സ്ട്രെയിറ്റ് ചെയിനിൽ നമ്മൾ നെയിം ചെയ്തു. ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ദാ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കാണ്. ദാ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, CH2, CH3. ഇതിൻ്റെ നെയിം ഇത് നിങ്ങൾ ചെയ്യും. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നെയിമിങ് നിങ്ങൾ ചെയ്യും. ഇതാണ് എന്താ നേരെ ഇരിക്കുന്ന കോമ്പൗണ്ട്. അത് നമ്മൾ നേരെ ഇരിക്കുന്നതിൽ ഏതാ ഡിസ്കസ് ചെയ്തേക്കുന്നത്? സ്ട്രെയിറ്റ്സ്. എന്താ നമ്മുടെ സ്ട്രക്ചറൽ ഫോമിലാണ്. ലൈൻ നൊട്ടേഷൻ പറഞ്ഞില്ല, അടുത്ത ലൈൻ നൊട്ടേഷനാണ് പറയാൻ പോകുന്നത്. ഇത് വായിക്കുന്നു. ഇതേ റൂള് തന്നെ, ഒരു മാറ്റവും ഇല്ല. സെയിം റൂള് തന്നെ. സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ എല്ലാവർക്കും ഒരേ റൂള് തന്നെ. അവിടെ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഒറ്റ റൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പേരെഴുതാം. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ പറ്റിയാണ്. നമ്മുടെ ലൈൻ നൊട്ടേഷനാണേ. ഇതാ ഒന്നാമത്തെ ആളെ വരയ്ക്കുന്നു. കൊള്ളാം. രണ്ടാമത്തെ ആളെ വരയ്ക്കുന്നു. ഇവിടെ ഇരിക്കട്ടെ. മൂന്നാമത്തെ ആളെ വരയ്ക്കുന്നു. നാലാമത്തെ ആളെ വരയ്ക്കുന്നു. അഞ്ചാമത്തെ ആളെ വരയ്ക്കുന്നു. ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അഞ്ചാമത്തെ ആൾ പേരെഴുതാം. അഞ്ചാമത്തെ ആൾ നിങ്ങൾക്കാണ്. ഈ 4 ചെയ്ത് കഴിയുമ്പോൾ അഞ്ചാമത്തെ ആൾ നിങ്ങൾ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടും. പേരെഴുതാം. ഓക്കെ, ഇതിൻ്റെ പേരെഴുതാം. അത് ഇത്ര ജംഗ്ഷൻ ഉണ്ടോ നോക്കാം. 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ്. ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്ക് ഇനി എല്ലാം സിംഗിൾ ബോണ്ടാണോ? അല്ലതാ, ഇവിടെ ഒരു വര, ഇവിടെ 2 വരയുണ്ട്. ഒരു വര 2 വര വന്നാൽ അതെന്താവും? ആൽക്കീനാവും. അത് ആൽക്കീനാണ്. നമ്പർ ചെയ്യാം നമുക്ക്. 1 2 3. ഇവിടെ 3 കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. മൊത്തം നമ്പർ ചെയ്യണ്ട. ഏത് കഴിഞ്ഞിട്ട് വന്നു അങ്ങോട്ട് പിന്നെ ഡബിൾ ബോണ്ട് ഇല്ലല്ലോ. മൊത്തം കൗണ്ട് ചെയ്യാം. 4 5 6. 3 കഴിഞ്ഞ് ഡബിൾ ബോണ്ട്. അവിടെ ഇങ്ങോട്ട് പോവാം. 1 2 3 4 5 6. ഇങ്ങോട്ട് വരുമ്പോഴും 3 കഴിഞ്ഞാൽ. അപ്പോൾ 2 അടുത്തോട്ട് പോകുമ്പോഴും 3 കഴിഞ്ഞാൽ. അപ്പോൾ 3 എടുക്കാം. 3 E. ഒറ്റ ബോണ്ടല്ലേ ഉള്ളൂ. കറക്റ്റ് ആണല്ലോ. മറ്റേ നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം.
1 2 3 4 5 6 7 7 വരുമ്പോഴത്തേക്ക് ഹെപ്റ്റ്. ഇനി എത്രാമത്തെ കാർബണിലാണതാ? 1 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. ബാക്കി കൗണ്ട് ചെയ്യേണ്ട, ഡബിൾ ബോണ്ട് ഇല്ല. 1 2 3 4 5 6 6 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 1 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് കഴിഞ്ഞാണോ 6 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് കഴിഞ്ഞാണോ നല്ലത്? 1 കഴിഞ്ഞിട്ട്. സോ 1. ചില കേസിലൊന്നും അവർ 1 എഴുതാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തരും, ഹെപ്റ്റ് ഈനം തരും. 1 എഴുതണമെന്ന് നിർബന്ധമില്ലെന്നാണ് IUPAC റൂൾ പറയുന്നത്. 1 എഴുതേണ്ട കാര്യമില്ല. ഈ ഹെപ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കാർബണിൽ വന്നേക്കുന്നു എന്നാണ്. വേറെ ഏത് കാർബണിൽ വന്നാലും കൂടെ നമ്പർ കാണും. ഒന്നാമത്തെ കാർബണിൽ വന്നാൽ മാത്രം നമ്പർ കാണത്തില്ല. ഇനി ഇതിനെ നമുക്ക് നെയിം ചെയ്യാം. എത്ര ജംഗ്ഷൻ ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 വരുമ്പോൾ നൺ. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. തിരിച്ച് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9. ഇനി നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട് പോകുമ്പോൾ 5 കഴിഞ്ഞിട്ടും 8 കഴിഞ്ഞിട്ടും. അപ്പം 5ഉം 8ഉം 8ഉം 5ഉം 13. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ 1 കഴിഞ്ഞിട്ടും 4 കഴിഞ്ഞിട്ടും. സോ 1ഉം 4 4 1 5. 13 എടുക്കണോ 5 എടുക്കണോ? 5 എടുത്താൽ മതി, ചെറിയ നമ്പർ. സോ 1,4. 2 ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഡൈ ചേർക്കണം. ഡൈ ഇൻ. ഇപ്പം എന്താ പേര്? നൺ 1,4 ഡൈൻ. കഴിഞ്ഞു. അത് നോക്കാം. എത്ര ജംഗ്ഷൻ ഉണ്ട്? 1 2 3 4 5 6 7 8. 8 വരുമ്പോൾ ഒക്ട്. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇനി നമുക്ക് നമ്പറിങ് നോക്കിയാലോ. 3 കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട്. അപ്പം 3ഉം 5ഉം 8ആയേ. 3 കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ടേ. 3ഉം 5ഉം 8ആയേ. 2 എടുത്ത് 8 തന്നെ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 2 ഡബിൾ ബോണ്ടാണ്. 2ഉം ഈനാണ്. ആൽഫബറ്റിലായ അങ്ങനെ ആരും ഫസ്റ്റ് ഇല്ല. 2ഉം ഈ തന്നെയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. പേര് പറഞ്ഞേ. അപ്പം ഒക്ട് 3,5. എത്ര ഡബിൾ ബോണ്ട്? 2 ഡബിൾ ബോണ്ട്. ടൈം കഴിഞ്ഞു. സിമ്പിൾ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആൽക്കീനാണ്. ആൽക്കീനിൻ്റെ സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്സ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇനിയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ആൽക്കീനിൻ്റെ ബ്രാഞ്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്ത? വേർഡ് റൂട്ട് എഴുതി, ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിങ് എടുത്തു, എന്നിട്ട് പേരെഴുതി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബ്രാഞ്ച് വരുന്ന കേസ്. ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ 2 ഡിസ്കസ് ചെയ്യുക. നമ്മുടെ സ്ട്രക്ചറൽ ഫോർമുലയും പഠിക്കണം, അത് കണക്കാണ് ഈ ലൈൻ നൊട്ടേഷനും പഠിക്കണം. അതോ മുകളിൽ ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക എന്താണ് നിങ്ങൾ ആൻസർ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താ ബ്രാഞ്ചും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വിത്ത് ബ്രാഞ്ച്. അപ്പം ചെറിയൊരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. പഴയ കണക്ക് തന്നെ വേർഡ് റൂട്ട് അല്ലേ, വേർഡ് റൂട്ട് പ്ലസ് നമ്പർ പ്ലസ് സഫിക്സിന് പകരം എന്തെന്ന് കൊടുക്കുക? ഈനെന്ന് കൊടുക്കുക. അതിന് മുന്നേ എന്ത് കൊടുക്കുക? ബ്രാഞ്ചിൻ്റെ നമ്പർ അറിയാലോ ആദ്യം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുക, ഇത്രയാണ് നിങ്ങളുടെ എന്ത് മെയിൻ ചെയിൻ അല്ലെ. ഇതിനെ വേണം ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ ബ്രാഞ്ചിനെ കണ്ടുപിടിക്കണം, ബ്രാഞ്ചിൻ്റെ നമ്പർ കൊടുക്കണം. അപ്പം അതാണ് നിങ്ങളുടെ ആദ്യത്തെ മെയിൻ ചെയിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അതിനുശേഷം ബ്രാഞ്ച്, അതിനുശേഷം നമ്പർ. നേരത്തെ നമുക്ക് തന്നെ നേരത്തെ മെയിൻ ചെയിനിൽ നമുക്കൊരു നമ്പർ വന്നില്ലായിരുന്നു. നമ്മുടെ ആൽക്കെയിനില്ലേ, ആൽക്കെയിനിൽ നമ്മൾ നമ്പർ ചെയ്തപ്പോൾ മെയിൻ ചെയിനിൽ നമ്മൾ നമ്പർ കൊടുത്തില്ല. അതേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം പഴയ കണക്ക് തന്നെ, മാറ്റമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പേരെഴുതാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതാ നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വട്ടയിടുകയാണ്. അത് ഞാൻ ചെയ്യില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ കിടക്കട്ടെ. ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മെയിൻ ചെയിൻ ആണ്. മെയിൻ ചെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നതാണ് മെയിൻ ചെയിൻ. നമ്മൾ ആൽക്കെയിനിൻ്റെ കേസിൽ പഠിച്ചതാണ്. മാക്സിമം നമ്പർ ഓഫ് കാർബൺ. എന്നാൽ ആൽക്കീൻ ആകുമ്പോൾ നിങ്ങൾ പറയണം മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നതൊക്കെ തന്നെയാണ് മെയിൻ ചെയിൻ. പക്ഷെ ആ കാർബണിൽ ആ മാക്സിമം നമ്പർ വരുന്ന കാർബണിൽ നിങ്ങളുടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ദാ ഒരു എക്സാമ്പിൾ ദാ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഞാൻ കാർബണിൻ്റെ ചെയിൻ മാത്രമേ വരയ്ക്കുന്നുള്ളേ. ഇതിലേതാണ് മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആൽക്കെയിൻ ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നതാണ് മെയിൻ ചെയിൻ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കാർബൺസിനെ ഒന്ന് കൗണ്ട് ചെയ്തേ. മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്നത് 1 2 3 4 5 6 7. 1 2 3 4 5 6. 1 2 3 4 5 6. എങ്ങനെ നോക്കിയാലും 7 വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും ലോങ്ങസ്റ്റ് ചെയിൻ എന്ന്. പക്ഷെ തെറ്റാണ്. ഇത് ലോങ്ങസ്റ്റ് ചെയിൻ ആകും ആരുടെ കേസിൽ? ആൽക്കെയിനിൻ്റെ കേസിൽ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരേണ്ടത് തന്നെ ആയിരിക്കണം. പക്ഷെ അതിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ഇതിൽ ഡബിൾ ബോണ്ട് ഇല്ല. മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്ന ചെയിൻ ഇപ്പോൾ ഏതാ? ഡബിൾ ബോണ്ട് വരുന്ന ചെയിൻ. 1 2 3 4 5 6. 1 2 3 4 5 6. ഒന്നില്ലെങ്കിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ. നേരെ എടുക്കാൻ പാടില്ല. നേരെ എടുത്താൽ നമ്മൾ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ആവില്ല. ഞാൻ അത് ഇങ്ങനെ എടുക്കും. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഓക്കെ, ഇനി അത് ആൽക്കൈനല്ലേ, ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോഴും ഇതേ ക്രൈറ്റീരിയ തന്നെ. ലോങ്ങസ്റ്റ് ചെയിൻ എന്നൊക്കെ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം തന്നെയാണ്. ആൽക്കെയിനിൻ്റെ കേസിൽ അങ്ങനെയാണ്. പക്ഷെ ആൽക്കീൻ്റെ കേസിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം എടുക്കുമ്പോൾ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. മറന്നാൽ തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് പേരെഴുതാം. ഓക്കെ, ഓരോരുത്തരായിട്ട് പേരെഴുതാം. ആദ്യം നമുക്ക് ഇയാളുടെ പേരെഴുതാം. ഇയാളുടെ പേരെന്ന് പറഞ്ഞേ. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ആവണേ. 1 2 3. ഡബിൾ ബോണ്ട് ഉണ്ടോ? എടുക്കരുത്. 1 2 3 4 5. ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, 5 പേര്. 1 2 3 4 5. ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, 5 പേര്. 1 2 3 4 5. അപ്പോൾ എങ്ങനെ നോക്കിയാൽ 5. അപ്പോൾ 5 ഇതാ നേരെ എടുക്കുമ്പോൾ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ആണല്ലോ. ആണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ആ ലോങ്ങസ്റ്റ് ചെയിൻ്റെ പേര് എഴുതാം. ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ്റെ പേര് വേണം, മെയിൻ ചെയിൻ്റെ പേര് വേണം എഴുതാനായിട്ട്. മെയിൻ ചെയിൻ്റെ പേര് എങ്ങനെ എഴുതുന്ന? വേർഡ് റൂട്ട് പ്ലസ് നമ്പർ പ്ലസ് സഫിക്സ്. ആദ്യം വേർഡ് റൂട്ട് എടുക്കാം. 1 2 3 4 5. 5 വരുമ്പോഴത്തേക്ക് പെൻഡ്. ഇനി നമ്പർ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ബ്രാഞ്ചിന് നമ്മൾ നമ്പർ കൊടുക്കുന്നില്ലേ? ഡബിൾ ബോണ്ടിന് നമ്മൾ നമ്പർ കൊടുക്കണം. അപ്പോൾ ആർക്ക് നമ്മൾ നമ്പർ കൊടുക്കണം? നമ്മൾ നമ്പർ കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിനി പ്രയോറിറ്റി ഓർഡർ വരും. അതായത് ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. ബ്രാഞ്ചിനെക്കാട്ടിയും പ്രയോറിറ്റിയാണ് ആർക്ക്? ഡബിൾ ബോണ്ടിന്. അതായത് ബ്രാഞ്ചും ഡബിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം.
അപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ടിനെ മാത്രം നോക്കിയാൽ മതി, ബ്രാഞ്ചിനെ നോക്കേണ്ട കാര്യമില്ല. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കൊടുക്കാം. 1 2 3 4. 4 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 1 2 3 4 5. 1 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. അപ്പം ഈ നമ്പറിങ് എടുക്കാൻ പാടില്ല, ഈ നമ്പറിങ് വേണം എടുക്കാനായിട്ട്. അപ്പം ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് 1E. ഇനി ബ്രാഞ്ച് ആരാ? ഒരു കാർബൺ വരുന്ന ബ്രാഞ്ച് അല്ലേ? ഒരു കാർബൺ വരുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് മീഥൈൽ. ആ ബ്രാഞ്ചിൻ്റെ നമ്പർ കൊടുക്കണമല്ലോ. നിങ്ങൾ ഡബിൾ ബോണ്ടിന് എങ്ങോട്ടാണോ നമ്പർ ചെയ്തത് ആ നമ്പർ തന്നെ എടുക്കണം. പിന്നെ പ്രത്യേകിച്ച് ബ്രാഞ്ചിന് ഇവിടെ 2 ഇവിടെ 4, അപ്പോൾ 2 വേണം എടുക്കാനെന്ന് പറഞ്ഞ് 2 കൊടുത്ത് കളയരുത്. നിങ്ങൾ ഡബിൾ ബോണ്ടിന് ഏത് നമ്പറാണോ എടുത്തത്, മറ്റേ നമ്പറിന് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, ആ നമ്പർ വിട്ടേക്കാം. ഇനി ഈ നമ്പർ മാത്രമേ എടുക്കാൻ പറ്റൂ. സോ 4. സോ നാലാമത്തെ കാർബണിൽ മീഥൈൽ. പേരെന്തുവാ? 4-methyl pent 1E. അടുത്തതിലോട്ട് പോകുന്നു. ഈ ആളുടെ അപ്പോൾ നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. 1 2 3 ലോങ്ങസ്റ്റ് ചെയിൻ, പക്ഷെ നമ്മൾ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ആയിട്ടില്ല. 1 2 3 4 5 6 ലോങ്ങസ്റ്റ് ചെയിൻ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡായി. 1 2 3 4 5 6 ലോങ്ങസ്റ്റ് ചെയിൻ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡായി. എങ്ങനെ നോക്കിയാലും 6 തന്നെ. സോ ലോങ്ങസ്റ്റ് ചെയിൻ. ഇനി നമ്മൾ ബ്രാഞ്ചിന് നോക്കാം. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ്റെ പേര് നമുക്ക് ആദ്യം എഴുതാം. 1 2 3 4 5 6. 6 വരുമ്പോൾ വേർഡ് റൂട്ട് ഹെക്സ്. ഇനി നമ്പർ വേണം. നമ്പർ നിങ്ങൾ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. 1 2 3 ഇങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 1 2 3 ഇങ്ങനെ നോക്കുമ്പോഴും മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യും? എങ്ങനെ നോക്കിയാലും അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ രണ്ടിടത്തും ഡബിൾ ബോണ്ടിന് ഒരേ നമ്പർ വരികയാണെങ്കിൽ നേരത്തെ കേസിൽ ഡബിൾ ബോണ്ട് മാത്രമുള്ളത് കൊണ്ട് നമ്മൾ ഒന്നും മിണ്ടിയില്ല, ആ നമ്പർ ഇഷ്ടമുള്ള രീതിയിലും എടുത്തു. എന്നാൽ ഒരു ബ്രാഞ്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിനാണ് നമുക്ക് പ്രയോറിറ്റി, അതിന് ചെറിയ നമ്പർ കിട്ടണം. അതിന് സെയിം നമ്പറാണ് വരുന്നതെങ്കിൽ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടെടുത്താൽ ബ്രാഞ്ചിന് എത്രാമത്തെ കാർബൺ? 2ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടെടുത്താൽ 5ാമത്തെ കാർബണിലാണ്, 3 4 5ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. 2ആണോ 5ആണോ വലുത്? 2ആണ്. 2ആണ് ചെറുത്. അപ്പോൾ 2 വേണം എടുക്കുക. അപ്പോൾ ഈ നമ്പറിങ് വേണം എടുക്കാൻ, ഇതെടുക്കരുത്. അപ്പോൾ റൂൾ എന്തുവാ? നമ്മൾ ബ്രാഞ്ചിനെ പരിഗണിച്ചില്ല. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ നമ്പർ 4, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡബിൾ ബോണ്ട് നമ്പർ 1. അപ്പം ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടി. അപ്പം ഈ നമ്പറിങ് അങ്ങ് എടുത്തു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഡബിൾ ബോണ്ട് നമ്പർ 3, അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും 3. അപ്പോൾ രണ്ടിടത്തും ഒരേ നമ്പർ വന്നാൽ പിന്നെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കാം. ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ചിൽ ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് 5 വരും, ഇവിടെ നമുക്ക് 2 വരും. അപ്പോൾ 2 എടുത്താൽ മതി. അപ്പം ഇത് വേണം എടുക്കാനായിട്ട്. അപ്പം 3ാമത്തെ കാർബണിൽ ഈൻ അല്ലേ? ഏതാ ബ്രാഞ്ച്? മീഥൈലാണ് ബ്രാഞ്ച്. എത്രാമത്തെ കാർബണിൽ? 5ലാണോ 2ലാണോ? 2ലാണ്. സോ പേരെന്തുവാ? 2-methyl ഹെക്സ് 3E. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ പേരെഴുതാം. ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 4 5 6 7 ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 3 എടുക്കരുത്, ഡബിൾ ബോണ്ട് ഇല്ല. 1 2 3 4 എടുക്കരുത്, ഡബിൾ ബോണ്ട് ഇല്ല. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ. എത്ര കാർബൺസ് ഉണ്ട്? 1 2 3 4 5 6 7. 7 വരുമ്പോഴത്തേക്ക് ഹെപ്റ്റ്. ഓക്കെ. ഇനി നമ്പർ കൊടുക്കാം. 1 2 3. 3 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 1 2 3 4. 4 കഴിഞ്ഞിട്ട്. 3 കഴിഞ്ഞിട്ട് എടുക്കണം, 4 കഴിഞ്ഞിട്ട് എടുക്കണം, 3 കഴിഞ്ഞിട്ട്. അപ്പം ഈ നമ്പർ വരെ എടുക്കാനായിട്ട് 4 5 6 7. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കരുത്. രണ്ടും ഒരേ കണക്കാണ് വരുന്നതെങ്കിൽ പിന്നെ ബ്രാഞ്ചിനെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പേരെടുക്കുന്നത് എത്രാമത്തെ കാർബണിലാണ്? 3ാമത്തെ കാർബണിൽ ഇ. ഇനി നമുക്ക് ബ്രാഞ്ച് നോക്കാം. എത്രയുള്ള? 2ലും 5ലുമാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. 2 മീഥൈൽ ആയതുകൊണ്ട് നമുക്ക് ഡൈമീഥൈൽ എന്ന് എഴുതാം. ഡൈമീഥൈൽ ഏതൊക്കെ കാർബണിലാണ്? 2ലും 5ലും. അപ്പോൾ 2,5 ഡൈമീഥൈൽ ഹെപ്റ്റ് 3E. മറ്റേ എടുത്ത് 1 2 3 എടുക്കാൻ പറ്റില്ല, ഡബിൾ ബോണ്ട് ഇല്ല. 1 2 3 4 5 6 7 എടുക്കാം, ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 3 4 5 6 7. 1 2 3 4 5 എടുക്കാൻ പറ്റില്ല, ഡബിൾ ബോണ്ട് ഇല്ല. അപ്പോൾ 7 ലോങ്ങസ്റ്റ് ചെയിൻ. നമ്പർ ചെയ്യാം. 7 വരുമ്പോഴത്തേക്ക് പേരെന്തുവാ? ഹെപ്റ്റ്. നമ്പർ ചെയ്യാം. 1 2 3. 3 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്.
1 2 3 4 4 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് 3 കഴിഞ്ഞിട്ടല്ലേ എടുക്കേണ്ട, ഇതങ്ങ് മായ്ക്കും. ഈ നമ്പർ 1 2 3 4 5 6 7 എത്രാമത്തെ കാർബുള്ള 3 കഴിഞ്ഞിട്ട്, അപ്പോൾ ഹെപ്റ്റ് 3 ഈൻ. ഇനി നോക്കാം, ഇതേത് ബ്രാഞ്ചാ? മീതൈൽ. ഇതേത് ബ്രാഞ്ചാ? ഈതൈൽ. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? മീതൈലാണോ ഈതൈലാണോ? ഈതൈലാണ്. എത്രാമത്തെ കാർബിൾ? 5ാമത്തെ കാർബിൾ. 5 ഈതൈൽ. ഇനി എത്രാമത്തെ കാർബിൾ? 2ാമത്തെ കാർബണിൽ മീതൈൽ. അല്ലാതെ 2 അല്ല ആദ്യം എഴുതണ്ട. ആൽഫബറ്റിൽ ആരാണോ ഫസ്റ്റ് അയാളെ വേണം ആദ്യം എഴുതാൻ. അത് IUPACയുടെ റൂളാണ്. ഇതാണ് ബ്രാഞ്ച് വരും. ഇത് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പം മാറ്റമൊന്നുമില്ല. വേർഡ് റൂട്ട് നമ്പർ പ്ലസ് സഫിക്സ് മെയിൻ ചെയിനാണ്. പിന്നെ നമ്മുടെ ബ്രാഞ്ചിനെ പഴയ കണക്ക് മാറ്റമൊന്നുമില്ല. ഇവിടെ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന ഏത് സൈഡിലോട്ടാണ് ആ നമ്പർ ഇങ്ങനെ ബ്രാഞ്ചിന് കൊടുക്കുക. പിന്നെ രണ്ടിടത്തോട്ടും ഡബിൾ ബോണ്ട് ഒരേ നമ്പർ ആണെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലുള്ള സൈഡ് നോക്കുക. ഓക്കെ, ഇനി ഏതാ നമുക്ക് വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ലൈൻ നൊട്ടേഷൻ്റെ ക്വസ്റ്റ്യനാണ് അല്ലേ? ലൈൻ നൊട്ടേഷൻ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡബിൾ ബോണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലൈൻ നൊട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ലൈൻ നൊട്ടേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നല്ല രസമുണ്ട് വരയ്ക്കാനായിട്ട്. 1 2 3 4 കണ്ട് പേടിക്കുന്ന ഇവിടെ സിമ്പിൾ. 5 ആർക്കാ? നിങ്ങൾക്കാണേ. നിങ്ങൾക്ക് 3 കുന്ന് ഞാൻ തരാം. ഇതാണ്ട് 3 കുന്ന്. ഒരു കുന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. അത് നിങ്ങൾക്കൊള്ളാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓരോന്നായിട്ട് ചെയ്യാം നമുക്ക്. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ജംഗ്ഷൻ നോക്കാവേ. 1 2 3 4 5 6 7 8 ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 4 5 6 7 ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 3 4 5 6 ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 3 4 ഡബിൾ ബോണ്ട് ഇല്ല, എടുക്കരുത്. അപ്പം 7 ഇതല്ലേ 7. പേരെഴുതാം. 7 വരുമ്പോഴത്തേക്ക് ഹെപ്റ്റ് ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. 1 2 3 മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 1 2 3 4 നാലാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. അപ്പോൾ ഏതെടുക്കണം? മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടുള്ളത് എടുക്കണം. സോ 1 2 3 4 5 6 7 മൂന്നാമത്തെ കാർബൺ. സോ 3 ഈൻ. ഇനി എന്തോ ബ്രാഞ്ച് വന്നേക്കുന്ന ഒരു ജംഗ്ഷൻ വരുമ്പോഴത്തേക്ക് മീതൈൽ. ഒറ്റ എണ്ണമല്ലേ ബ്രാഞ്ച്? എത്രാമത്തെ കാർബണുള്ള? 5ാമത്തെ കാർബൺ. 5 മീതൈൽ ഹെപ്റ്റ് 3 ഈൻ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് വൺ. 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 1 2 3 4 5 6 7 1 2 3 4 5 എടുക്കാൻ പറ്റില്ല. സോ ഇത് തന്നെ എടുക്കുക. ലോങ്ങസ്റ്റ് ചെയിൻ. ഓക്കെ, നമ്പർ ചെയ്യുന്നു. 1 2 3 മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. 1 2 3 4 നാലാമത്തെ കാർബൺ 3 തന്നെ എടുക്കുക. 1 2 3 4 5 6 7 പേര് പറ. 7 കാർബൺ വരുമ്പോൾ ഹെപ്റ്റ്. മൂന്നാമത്തെ കാർബണിൽ ഈ 1 2 3 4 5ാമത്തെ കാർബണിൽ ഏത് ഗ്രൂപ്പ്? 2 ജംഗ്ഷൻ വരുമ്പോൾ എത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. സോ 5 ഈതേൽ ഹെപ്റ്റ് 3. ഇവിടെ നോക്കാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 3 4 5 6 ഡബിൾ ബോണ്ട് ഉണ്ട്. 1 2 3 4 5 6 7 1 2 3 4 1 2 3 4 5 6 7 എടുക്കാൻ പറ്റില്ല, ഡബിൾ ബോണ്ട് ഇല്ല. സോ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. 7 കാർബൺ വരുമ്പോൾ ഹെപ്റ്റ്. പിന്നെ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ 1 കഴിഞ്ഞ് 1 2 3 4 5 6 ഇത് കഴിഞ്ഞാൽ 6 കഴിഞ്ഞു. അപ്പോൾ 1 കഴിഞ്ഞിട്ടുള്ളത് തന്നെ എടുക്കുക. സോ 2 3 4 5 6 7 ഒന്നാമത്തെ കാർബണിൽ ഈ 1 എഴുതണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞു.
ഇനി നമുക്ക് ബ്രാഞ്ചിനെ കൗണ്ട് ചെയ്യാം. ഇത് 2 ജംഗ്ഷൻ വരുന്ന ബ്രാഞ്ച്, 2 ജംഗ്ഷൻ വരുമ്പോൾ എത്ത്, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഇതോടെ 1 ജംഗ്ഷൻ വരുന്ന ബ്രാഞ്ച് മെത്ത്, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ഈതയിലാണ്. എത്രാമത്തെ കാർബണിലാണ്? സോ 3ാമത്തെ കാർബണിൽ ഈതയിൽ, 5ാമത്തെ കാർബണിൽ മീതയിൽ. സോ പേര് പറ. 3 ഈതയിൽ, 5 മീതയിൽ, ഹെപ്റ്റ് 1. അപ്പുറം കൗണ്ട് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 11. കൗണ്ട് ചെയ്യാം. 1 2 3 4 എടുക്കാൻ പറ്റില്ല, ഡബിൾ ബോണ്ട് ഇല്ല. 1 2 3 4 5 6 എടുക്കാം. 1 2 3 4 5 6 7 എടുക്കാം. 1 2 3 4 5 6 7 8 8 വരുമ്പോഴത്തേക്ക് നമ്മൾ പേരെഴുതുന്നു ഒക്ട്. ഇനി എന്ത് വേണം? ഡബിൾ ബോണ്ടിന് നമ്പർ. 1 2 3 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 1 2 3 4 5 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. ഏതാ ചെറുത്? 3 കഴിഞ്ഞിട്ടല്ലേ, അപ്പോൾ അത് തന്നെ എടുക്കാം. 1 2 3 4 5 6 7 8. അപ്പം എത്രാമത്തെ കാർബണിലാണ്? 3ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. ഇനി ഏതാ ബ്രാഞ്ച്? 1 2 3 ബ്രാഞ്ച് ഉണ്ട്. ഇത് മീതയിൽ, ഇത് മീതയിൽ, ഇത് മീതയിൽ. അപ്പോൾ എന്താണെന്ന് വിളിക്കാം? ട്രൈ മീതയിൽ. 3 മീതയിലാകുമ്പോൾ ട്രൈ മീതയിൽ. ഈ നമ്പർ പറഞ്ഞേ. 3ലും 5ലും 6ലും. 3ലും 5ലും 6ലും കഴിയും. അപ്പോൾ ഇതാണ് ആൽക്കീൻസിൻ്റെ നെയിം. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ ബോർഡിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൽക്കീൻ്റെ 2 എണ്ണവും നമ്മൾ കഴിഞ്ഞു. അതായത് നമ്മൾ നേരെയുള്ള ചെയിനും കഴിച്ചു, ബ്രാഞ്ചും കഴിഞ്ഞു. അത് 2 എണ്ണവും ചെയ്യിപ്പിച്ചു അല്ലേ. സ്ട്രേറ്റ് ചെയിനും ചെയ്യിപ്പിച്ചു, പിന്നെ അതൊക്കെ മീൻസ് ലൈൻ നൊട്ടേഷനും ചെയ്യിപ്പിച്ചു, നമ്മുടെ സ്ട്രക്ചറൽ ഫോമിലെയും ചെയ്യിപ്പിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലിയർ ആക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആൽക്കീൻ എടുക്കാം. ഓക്കെ ആണല്ലോ.